ഇന്നലെ ഉണ്ടായിരുന്നു അച്ഛൻ നമ്മുടെ ബർത്ത്ഡേക്ക് കേക്ക് കുറച്ച്. എങ്ങനെ കേക്ക് കുറിച്ച്? വണ്ടിയിൽ വെച്ചിട്ട്. എങ്ങനെ വണ്ടിയിൽ പോയിട്ടാ? അല്ല, സർപ്രൈസ് ആയിട്ട് വണ്ടിയുടെ ബാക്കി കൊണ്ട് ഫ്ലെക്സ് ഒക്കെ ഒട്ടിച്ചിട്ട്. ഇഷ്ടമായിട്ടാ? ഇന്നത്തെ എക്സ്പെക്ടേഷൻ അല്ല, അച്ഛൻ്റെ എന്താ എക്സ്പെക്ടേഷൻ? അച്ഛൻ കുറെ കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ കണ്ടുപിടിച്ചു. സത്യമായിട്ട് ഞാൻ ഒന്നും കണ്ടുപിടിച്ചില്ല. എന്റെ ചേട്ടന്റെ ഒരു ചാറ്റ് അടക്കണ്ടേ, അതെന്തിനാന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. വേറെ ഡൗട്ട് ഒന്നുമില്ല. ഒരു എന്താ പറയുക, ഇന്ന വരെ ആയിരിക്കാം എന്നൊന്നുമില്ല. ഇന്നെന്തോ പ്ലാൻ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താണെന്നറിയില്ല. എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാൻ തുടങ്ങിയാലോ? ഞാൻ റെഡി ആയിട്ടില്ല. ഈ കുളത്തിലാ. അത് നമുക്ക് റെഡി ആയാലോ? എവിടെ പോണു? എനിക്കറിയാൻ പാടില്ല. ഇത്ര ഡ്രസ് വെച്ചിട്ട് മുഖം കഴുകി ഇച്ചിരി ലിപ്സ്റ്റിക് കിട്ടും, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എവിടെ പോണ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞപ്പോ തന്നെ നീ വേഗം ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത്. എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് എവിടെ പോണത്? നിനക്ക് ഐഡിയ ഉണ്ട്. കളിക്കില്ലാരോ, നിനക്ക് അഭിനയിക്കാറില്ല. ഞാൻ അഭിനയിക്കണേ, അതാ എനിക്ക് അഭിനയിക്കാറില്ല. അതുകൊണ്ടല്ലേ ഒറിജിനൽ വരുന്നേ. എന്ത് ഫിഷ്? അച്ഛൻ എങ്ങനെ ഇറങ്ങിയാലും ഭംഗിയില്ല അച്ചു. ഈ കൊലത്തിൽ നമ്മൾ പോയി കേക്ക് മുറിച്ചാലും അത് ഭംഗിയല്ല അച്ചു. ഈ കൊലത്തിൽ കേക്ക് മുറിക്കില്ല. എന്താ പ്രശ്നം? ഡ്രസ്സാണ് പ്രശ്നം. മേക്കപ്പ് വേണ്ട? ലിപ്സ്റ്റിക് മാത്രം മതി. ലിപ്സ്റ്റിക് മാത്രം മതി. ലിപ്സ്റ്റിക് തന്നെ വാങ്ങി തന്നാ തീരാവുന്ന പ്രശ്നമാണോ? ആണോ? അപ്പൊ ഡ്രസ് എന്ത് ചെയ്യും? ഡ്രസ് ഉണ്ടോ? ഡ്രസ് എന്താ അച്ഛന്? ഇപ്പൊ എന്ത് ചെയ്യും? ഈ ഡ്രസ് കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിപ്പോ എന്റെ പ്ലാനാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇന്നത്തേല് കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല. പിന്നെ അച്ഛന് മനസ്സിലായി എന്തോ ഉണ്ടെന്ന്. നിന്റെ ബർത്ത്ഡേക്ക് ആണെങ്കിലും ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് മനസ്സിലാവില്ലേ? അത് ഓഫ് കോഴ്സ് ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്തോ പ്ലാൻ ഉണ്ട്, എന്തോ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ അച്ഛനും തോന്നി ഇന്നലത്തെ എന്റെ പ്ലാൻ ഫ്ലോപ്പ് ആയിന്നാണോ? സക്സസ് ആയി. എനിക്ക് ആ ബാക്കിലെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ സർപ്രൈസ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റ് പരിപാടികളായിരുന്നു. ഇല്ലെങ്കിൽ എന്നോട് ചോദിക്കാം, എന്താ അച്ഛൻ ബർത്ത്ഡേ ചെയ്യാ, പ്ലാൻ എന്താ ചെയ്യാ? എന്റെ അടുത്ത് ചോദിക്കാം, എന്റെ ബർത്ത്ഡേ ആയിട്ട്. എനിക്ക് പ്ലാനൊന്നും ഇല്ലാത്തോണ്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഈ പ്ലാൻ ശരിക്കും ഞാൻ അച്ഛൻ്റെ അടിച്ചു പോയിട്ട് പ്ലാനാ. അച്ഛൻ അത് കാറിലേക്ക് ഒരു പരിപാടി ആയിട്ട് ആദ്യം പറഞ്ഞു എന്റെ ബർത്ത്ഡേക്ക് ഒരു ചെയ്യുന്നത് പറയടാ. അതെ, ഞാൻ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേസിൽ എന്റെ ഫസ്റ്റ് പിന്നെ ഇവന്റെ അങ്ങനെയാ. അപ്പൊ ഇവൻ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഒരു പ്രാവശ്യം എനിക്ക് രണ്ട് ഐഡിയ വന്നു. ഒന്ന് കാറിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇത് കാണിക്കാൻ, ഇങ്ങനെ അതിങ്ങനെയല്ല കേട്ടോ, ഫുള്ളി തുറന്നൊക്കെ കാണിക്കുന്ന രീതി ഉദ്ദേശിച്ചത്. അച്ഛൻ്റെ കോപ്പി അടിച്ച പ്ലാനാണ്. കോപ്പി അടിച്ച് ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ പറയുന്നു. അച്ഛൻ്റെ കുറച്ച് കോപ്പി അടിച്ചു, പിന്നെ കുറച്ച് കയ്യിൽ നിന്ന് ഇട്ടു, കുറെയൊക്കെ സക്സസ് ആയി. എസ്തെറ്റിക്കിലാണോ ജാംസിലാണോ? ഇതാണ് അച്ഛൻ്റെ ആസ്ഥാനം. അതെ, ഇത് നമ്മുടെ സ്വന്തം കടയാണ്, ജാംസ് ഡിസൈനർ സ്റ്റുഡിയോ. ഇതിന്റെ പ്രൊപ്പറേറ്റർ മുതലാളിയുടെ സൗണ്ട് മാത്രമേ കേൾക്കുള്ളൂ. എന്താണ് പരിപാടി? എന്തെങ്കിലും ഇനി എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ട എനിക്ക്? അതെനിക്ക് ലിപ്സ്റ്റിക്ക് മാത്രമേ ആയിട്ടുള്ളൂ. ഇഷ്ടയച്ചു. ഇത് സർപ്രൈസ് പ്രതീക്ഷിച്ചോ? ഫസ്റ്റ് സർപ്രൈസ്. എന്തിനാ ഈ ഡ്രസ്? ബർത്ത്ഡേ ഗിഫ്റ്റ്. ഇഷ്ടമായ ബർത്ത്ഡേ ഗിഫ്റ്റ്? എന്താ അച്ചുവിനെ ഇത്രയും കഷ്ടപ്പെട്ട് സ്റ്റിച്ച് ചെയ്ത് തന്ന ജാസ്രയോട് എന്താണ് പറയാനുള്ളത്? ഓക്കെ, നമുക്ക് വിടാം. ഇതെന്തിനാ ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയേക്കണേ? എന്താ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉദ്ദേശം എന്താ? ആരെ? എനിക്കറിയില്ല. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ കണക്ക് കൂട്ടിയാണ്.
ഞങ്ങള് മേക്കപ്പ് ചെയ്തിട്ട് വരാവേ. ഹലോ ഗൈസ്, ഇതുവരെയുള്ള അരണ്ട പ്ലാനിനേക്കാളും ഏറ്റവും വെറൈറ്റി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്താ പ്ലാൻ എനിക്ക് ഇപ്പോഴും അറിയില്ല. റെഡി ആവണ കണ്ടിട്ട് ചെറിയ നമുക്കറിയാലോ, അങ്ങനത്തെ എന്തോ പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നോക്കാം. പക്ഷെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമായിട്ടോ. ഇറ്റ്സ് നൈസ്. നല്ലല്ലേ? എന്തായിരിക്കും എന്നുള്ളത് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. ഓൾറെഡി ഞാൻ ഈ ഒരു ആഗ്രഹം ഇതിന്റെ മുമ്പിൽ അവരടുത്ത് പറഞ്ഞിട്ടുള്ളതാണോ ഈ ചെയ്യുന്നത് എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് തന്നെ ഒരു ബർത്ത്ഡേ വ്ലോഗ് ആണ് ഈശ്വര. ഫ്രണ്ട് മാത്രം നോക്കുന്നത് സ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ലുക്ക് ഓക്കെ ആണോ? എങ്ങോട്ടാ ഇനി? ഹലോ. അങ്ങോട്ട് ഞാനും എന്തിനാ പറഞ്ഞേക്കണം? ബർത്ത്ഡേ ആഘോഷിക്കാൻ. എങ്ങോട്ടാ പോണേന്ന് അച്ഛന് ക്ലൂ ഇല്ല. ഇല്ല, സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലൂ ഉണ്ടോ? എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ആ സർപ്രൈസ് നമുക്ക് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വെക്കാം. അത് കൂട്ടാ കിട്ടിക്കോ. ഇല്ല, അത് കുഴപ്പമില്ല. ഇത്ര സമയം എടുക്കാൻ പാടില്ല. കണ്ടോ? അപ്പൊ കാണാന്നൊരു ഡൗട്ട് ഉണ്ട്. അതെറ്റാ പറയണേ. കേക്ക് മുറിക്കണേനോ പറ്റിനെന്തെങ്കിലും പറയാനില്ല? ഇല്ല, ഒന്നും പറയാനില്ല. എക്സ്പെക്ട് ചെയ്താ? പക്ഷെ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു. കാരണം ഇത് ഞാൻ നിന്റെ അടുത്ത് പണ്ട് എപ്പോഴും ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന്. അതിപ്പോ ഈ ഡ്രസ്സ് ഇട്ടപ്പോ എനിക്കൊരു ഡൗട്ട് തോന്നിയായിരുന്നു.
ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി മുതൽ ഫുൾ ഓഫ് സർപ്രൈസസ് ആയിരുന്നു. അച്ചു എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളും ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ അച്ചു ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ എന്താ മൊത്തത്തില് ഇപ്പൊ നമ്മൾ ഈ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻസ് ഒക്കെ കഴിയുമ്പോൾ അച്ഛന് എന്താ മൊത്തത്തിൽ ഫീൽ ചെയ്യുന്നത്, എന്താ കൂടുതൽ ഫീൽ ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒത്തിരി എനിക്ക് ഇഷ്ടമായി. കാരണം എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതിനേക്കാളും കുറച്ച് സർപ്രൈസസും അതേപോലെ തന്നെ എല്ലാം കുറച്ച് ഹൈ ആയിരുന്നു. പിന്നെന്താ മെയിൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ സർപ്രൈസിനെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് ഞാൻ അറിഞ്ഞില്ല. കാരണം കഴിഞ്ഞ ബർത്ത്ഡേസിലെല്ലാം ഇവൻ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, സെറ്റ് ചെയ്യും, അത് കറക്റ്റ് ആയിട്ട് എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ എനിക്ക് അത് കറക്റ്റ് ക്ലൂ കിട്ടും, എനിക്കത് മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ബർത്ത്ഡേക്കല്ലേ നീ എന്റെ അടുത്ത് എന്താ ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിരുന്നത്. അപ്പൊ ഇവൻ എന്നോട് തന്നെ ചോദിക്കുകയും ചെയ്യും എന്താ ചെയ്യണ്ടേ, എങ്ങനെയാ ചെയ്യണത്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേനെ കുറിച്ച് ഇവൻ ഒരു പ്ലാനോ ഒരു കാര്യം എന്റെ അടുത്ത് അപ്ഡേറ്റ് ചെയ്തില്ല. എനിക്ക് എന്റെ കൺമുമ്പിൽ എത്തിക്കുന്ന ഒരു കാര്യം അവൻ അത്രയും കെയർഫുൾ ചെയ്താണ് നീ ബർത്ത്ഡേ ചെയ്തത്. പിന്നെ ഗൗരി ചേച്ചി മൃദുല ചേച്ചി അത് ശരിയാണ്. കാരണം അവർ ഓൾറെഡി ഷൂട്ടിലാണ്. ഷൂട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എന്തായാലും ഡിലേ ആവുമെന്ന് എനിക്ക് അറിയായിരുന്നു. അവർ വരാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കുറച്ച് പേരും പിന്നെ പൊന്നും ബാബു ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരു സ്ഥലത്ത് ആയിരുന്നു. കാരണം അവരവിടെ നിന്ന് എത്താനായിട്ടും എത്തൂല്ലയോ എന്നുള്ള ഒരു ഡൗട്ടിലായിരുന്നു ഞാനും ഉണ്ടായിരുന്നത്. ഈ ഡെക്കോസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ, അതായത് ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ആ മൊമെന്റ് തന്നെ പെട്ടെന്ന് തന്നെ അവരെയും കൂടി കണ്ടപ്പോഴത്തേക്കും ആ കറക്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് തന്നെ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയും കൂടി കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അച്ചുവിന്റെ ഒരു ബർത്ത്ഡേ അച്ചു ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാവില്ല. കാരണം നമ്മള് വിളിച്ച എല്ലാ ഫ്രണ്ട്സും, ഇവര് മാത്രല്ല, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഫ്രണ്ട്സുകൾ ഒരുപാട് പേര് എല്ലാവരും വന്നു. പിന്നെ അച്ചുവിന് തോന്നിയിരുന്നു ഫാമിലീസ് ഒക്കെ എല്ലാവരും, അച്ചുവിന്റെ അമ്മ ചേട്ടനൊക്കെ വരും. അത് തോന്നാൻ ഒരു കാര്യമുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നെ അമ്മ വിളിക്കുന്നതാണ്. അമ്മ ജോലി സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ വെച്ച് എന്നെ വിളിക്കുന്ന. കറക്റ്റ് ഇന്നത്തെ ദിവസം, അതായത് ബർത്ത്ഡേയുടെ അന്ന് എന്നെ വിളിച്ചിട്ടേ ഇല്ല, ഒരു കോളും വന്നിട്ടില്ല. അപ്പൊ തന്നെ എനിക്ക് തോന്നി, അമ്മ മനഃപൂർവ്വം എന്നെ വിളിക്കാത്തയാണ്. ഇതുപോലത്തെ ബർത്ത്ഡേ പാർട്ടീസ് അതേപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവരെ തന്നെ വിളിക്കണം. ഞാൻ പറയട്ടെ ആക്ച്വലി ഞാൻ എന്താ വിചാരിച്ചെന്നുള്ളത്, എന്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് തലേ ദിവസത്തെ നമ്മൾ എന്തോ എല്ലാവരും വന്നൊരു ബർത്ത്ഡേ ആഘോഷിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഈ ദിവസം ഇങ്ങനത്തെ ഡ്രസ്സോ കാര്യങ്ങളോ ഞാൻ പ്രതീക്ഷിച്ചില്ല. കാരണം തായിന് മുമ്പത്തെ ദിവസം ഇവന്റെ വാട്സപ്പിൽ എന്റെ ചേട്ടന്റെ മെസ്സേജ് വന്നിടക്കണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടനായിട്ട് ഇവനാണ് മെസ്സേജ് ഒന്നും അയക്കാനുള്ളത്, ഇവൻ ചേട്ടന്റെ മെസ്സേജ് എന്താ ഇപ്പൊ ഇവൻ വന്നേ. അന്ന് മുതൽ എനിക്ക് ഡൗട്ട് അടിച്ചു. ഓക്കെ, വീട്ടിൽ നിന്ന് ചേട്ടൻ, അമ്മ, അച്ഛൻ ആൻഡ് ഇവിടുത്തെ ഫാമിലീസ്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയി പുറത്തു പോയി എവിടെയും ഫുഡ് കഴിക്കും, അവിടെ വെച്ചൊരു കേക്ക് കട്ടിങ്, അങ്ങനെ അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുണ്ടായുള്ളൂ. ഇങ്ങനെ ഒരു ഡ്രസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഡെക്കോർ ചെയ്ത് ഇത്രയും അടിപൊളി ആയിട്ട് ഒരു ഫംഗ്ഷൻ വെക്കുമെന്ന് ഒട്ടും ഞാൻ വിചാരിച്ചില്ല. കാരണം ഞാൻ ആ കണ്ണ് കെട്ടി എൻ്റർ ചെയ്യണ സമയത്ത് പോലും മൈക്കിനെ കുറിച്ചുള്ള ഇതെന്താണ് മൈക്കൊക്കെ വെച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ആയിപ്പോയി ഞാൻ. അയ്യോ,
ഞാൻ അത്ര പ്രിപ്പറേഷൻ നടത്തിയില്ല. ഇപ്പൊ പ്രോഗ്രാം ഇതിൽ ഞാൻ പാട്ട് പാടണമെങ്കിലും ഇങ്ങനെ അതിനൊന്നും ഒരു പ്രിപ്പറേഷൻ നടത്തിയില്ല കേട്ടോ. പക്ഷെ ആ സമയത്തെല്ലാം അത് കറക്റ്റ് ആയിട്ട് വന്നു. എല്ലാം മൊത്തത്തിൽ ഭംഗിയായിട്ട് വന്നു. കസിൻസ് കുറച്ച് ടീംസ് ഉള്ളതുകൊണ്ട് ബാക്കി ഫംഗ്ഷൻ അവരങ്ങ് ഏറ്റെടുത്തു. അവര് നിന്ന് പാട്ടൊക്കെ പാടി അടിച്ച് പൊളിച്ച് ഡാൻസ് കളിച്ച് അങ്ങനെ ബാക്കി ഫംഗ്ഷൻ ഫുൾ അവരുടെ കയ്യിലായിരുന്നു. ശരിക്കും ഞങ്ങളുടെ മാരേജിനാണ് ഇത്രയും ഞങ്ങള് മീൻസ് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ചിരുന്നത്. ഈ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുക, ഓ കല്യാണം കഴിഞ്ഞിട്ട് വന്ന ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ടയേർഡ് ആവില്ല, ആ ഒരു ഫീലാണ് ഇപ്പൊ കിട്ടുന്നത്. കാരണം അത്രയും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങള് ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും ഈ ബർത്ത്ഡേ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. അന്ന് കിട്ടാത്ത ഉമ്മ ഇന്ന് കിട്ടി. അന്നൊരു ഉമ്മ ഇങ്ങനെ ആരൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ഉമ്മ കൊടുക്കുന്നു. അതങ്ങനെ പറഞ്ഞാൽ കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. നമുക്ക് ആ ഒരു ടൈമിൽ ഒരു ഇത് വരണ്ടേ അല്ലേ? ഇത് കണ്ടോ, ഇതാണ് ചോദിച്ചു വാങ്ങാൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. നമ്മളിങ്ങനെ കൊടുക്കണം. നമുക്ക് ആ ഒരു എന്താ പറയാ, ആ സമയത്ത് കുറച്ച് വിഷമവും കരച്ചിലും സങ്കടമൊക്കെ തോന്നിട്ടോ. കാരണം ഇതിന് ഇത്രയും അല്ല ഇമോഷണൽ എന്നുള്ള വെച്ചാ എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് ഒക്കെ ഇട്ടപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ ആ കണ്ണ് കെട്ടിയത് അഴിച്ചപ്പോ അത് ഞാൻ അടുത്തുനിന്ന് ഞാൻ മാത്രമേ കണ്ടോളൂ. പലരും പറഞ്ഞപ്പോ അച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ കരുതില്ല. പക്ഷെ ഞാൻ അവിടെ തൊട്ടടുത്തുനിന്ന് കണ്ടു. കണ്ണ് കെട്ടിയത് അഴിച്ചപ്പോ തന്നെ കണ്ടപ്പോ അച്ചു ശരിക്ക് കരഞ്ഞ് വിഷമിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ വിഷമം എന്ന് പറഞ്ഞാൽ വിഷമം എന്നല്ലടാ, സന്തോഷം കൊണ്ട് അച്ഛൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇമോഷണലായി. മൊത്തത്തിലുള്ള എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ചു ശരിക്കും ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ അതായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. അല്ല ഞാനാണെങ്കിലും പണ്ട് ഇങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിവനും റിലേഷനായി തുടങ്ങിയപ്പോൾ ഇതിലാണ് ബർത്ത്ഡേസ് ആഘോഷിക്കണം എന്നുള്ളൊരു എനിക്കൊരു എന്താ പറയാ ആഗ്രഹം വന്നു തുടങ്ങിയത്. കാരണം നമ്മള് ജനിച്ച ഈ ഒരു ലൈഫിൽ ശരിക്കും ജനിച്ച ആ ഒരു ഡേ മുതൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ്. സോ അന്നത്തെ ആ ഒരു ഡേ അതിലും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. സോ ബർത്ത്ഡേസ് ഞങ്ങള് മീൻസ് വേറെ എന്ത് ഫംഗ്ഷനും പോട്ടെ, ബർത്ത്ഡേസ് എൻ്റെ ഇവന്റെയും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഇവനും ഞാനും റിലേഷൻ ആയി തുടങ്ങിയപ്പോലുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗ് എല്ലാവരും കാണുക. അതുപോലെ തന്നെ അടുത്ത എൻ്റെ ബർത്ത്ഡേസ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക. എൻ്റെ ബർത്ത്ഡേസിന് എനിക്ക് കുറച്ച് പണി തരിക. എനിക്ക് പണിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. എല്ലാ ബർത്ത്ഡേസിനും ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ കിട്ടാറുണ്ട്. കുളിപ്പിക്കലായിട്ടും മാവും എല്ലാം എന്താ പറയാ അങ്ങനത്തെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ നിനക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പണിയും ഈ ബർത്ത്ഡേക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ എന്റെ ബർത്ത്ഡേസിന് എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എല്ലാരും കമന്റ് ചെയ്യണം. ഇത് പുതിയൊരു ബിഗിനിങ് ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു മൊമെന്റും ക്യാപ്ചർ ചെയ്യാറില്ല മര്യാദക്ക്. ഞങ്ങൾ ആ മൊമെന്റിൽ ഇരിക്കുമ്പോൾ മൊമെന്റിലേക്ക് പോകും. കാരണം പണ്ടത്തെ ലൈഫിൽ ഞങ്ങൾ കുറെ എക്സ്പ്ലോർ ചെയ്തും കുറെ എൻജോയ് ചെയ്തും കുറെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ ഒന്നും ക്ലിപ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ്സിന്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ അത്ര ഇതാക്കിയില്ലായിരുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഫോൺ എടുത്തിട്ട് അങ്ങനെ ക്യാപ്ചർ ചെയ്ത് അത് അങ്ങനെ ഒരു വ്ലോഗ് പോലെ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇപ്പൊ കുറച്ച് നാളായിട്ട് കല്യാണത്തിന് ശേഷമാണ് ഞങ്ങൾ അതിന് ഏറ്റവും കാരണം പൊന്നൂസാണ്. അവരാണ് എനിക്കിത് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒക്കെ ചെയ്യും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ അതിനൊരു ഐഡിയ ഉണ്ടായിരുന്നില്ലായിരുന്നു. അപ്പൊ പൊന്നും ബാബും എന്റെ അടുത്ത് നീ ചെയ്യുന്നതിനെ കൊണ്ട് പറ്റും, ട്രൈ എന്ന് പറഞ്ഞാൽ പുഷ് ചെയ്യായിരുന്നു. പൊന്നു ഒരു ദിവസം വീഡിയോ കണ്ടില്ലെങ്കിൽ പൊന്നു അപ്പൊ തന്നെ വിളിക്കും, എടാ വീഡിയോ എന്താന്ന് പറഞ്ഞിട്ട് അത്രയും അവർ പുഷ് ചെയ്തോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് തുടങ്ങാനുള്ള ഏറ്റവും കാരണം. ഈ ബർത്ത്ഡേക്ക് വന്നിട്ട് അവളെ എന്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ചു വീഡിയോസ് എടുക്കുന്നില്ലേ, നീ വീഡിയോ എടുക്കണല്ലേ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചവള്. അപ്പൊ അത്രയും അവളെ എന്നെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോക്ക് കാരണം അവളെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ തന്നെ പറഞ്ഞു, എടാ നിങ്ങൾ ഫുൾ ആയിട്ട് ഒരു വ്ലോഗ് ചെയ്യണം. പക്ഷെ കോയിൻസിഡന്റ് ആയിരുന്നു. ശരിക്കും ഇത് ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് ആലോചിച്ചില്ലായിരുന്നു. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ വീഡിയോ എടുക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, നമുക്കൊരു ഫുൾ വീഡിയോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്തു. എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് അറിയിക്കണം. എന്തെങ്കിലും നമ്മുടെ തെറ്റുകളോ മിസ്റ്റേക്കുകളോ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാവും കേട്ടോ, ഉറപ്പായിട്ടുണ്ടാകും. പക്ഷെ ക്ഷമിക്കണം, അതിപ്പോഴേ ഞാൻ പറയുകയാണ്. കാരണം എന്റെ വായിന്നൊക്കെ നന്നായിട്ട് വെള്ളി കാര്യങ്ങളൊക്കെ വീഴുന്നതാണ്. അതെ, നമ്മളങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടൊന്നുമല്ല, നമ്മളങ്ങനെ ഫിൽറ്റർ ചെയ്ത് സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, സോ ഞങ്ങളുടെ കുറച്ച് ലൈഫിലുള്ള മൊമെന്റ്സും കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്റെ ബർത്ത്ഡേ വ്ലോഗ് കഴിഞ്ഞു. താങ്ക് യു. വന്ന ലൈക്ക് ആ ഒരു ബർത്ത്ഡേക്ക് വന്ന എല്ലാവർക്കും, എന്നെ ഹാപ്പി ആക്കിയതിന് എല്ലാത്തിനും വന്നവർക്കും, ഇതെല്ലാം ഇത്ര എഫേർട്ട് ഇട്ട് ചെയ്തവർക്കും താങ്ക് യു സോ മച്ച്. ലവ് യു. ഞാനില്ല രണ്ട്